പൌരത്വ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി എം.പി. അബ്ദുസ്സമദ് സമദാനി. മലപ്പുറം പ്രസ് ക്ലബിലെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു മുതൽ ഇതുവരെ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളൊന്നും പൌരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാനോ ഏക സിവിൽ കോഡ് നടപ്പാക്കാനോ ശ്രമിച്ചിട്ടില്ല. പൌരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര കക്ഷിയായ കോൺഗ്രസിനെ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ദേശീയമാനം നഷ്ടപ്പെടുത്തുമെന്നും സമദാനി പറഞ്ഞു. ഈ കാര്യങ്ങളിലൊക്കെ യുഡിഎഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒരു സംശയത്തോടെ കണ്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ വളരെ നിരർത്ഥകമാണ്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ മതേതരത്വം ഇത്തരം സന്ദേഹങ്ങൾക്കൊക്കെ അതീതമാണ്. അതുകൊണ്ട് ലീഗിന് യാതൊരു സംശയവുമില്ല. ലീഗ് കോൺഗ്രസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നത്. ഇന്ത്യ അലയൻസിലും മാത്രമല്ല, യുഡിഎഫിൽ മാത്രമല്ല, എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണ്. ഇതുപോലുള്ള ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ത്യൻ ജനത മുഴുവൻ മതേതരത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏക പോംവഴിയായി കോൺഗ്രസിനെ ഉറ്റുനോക്കുമ്പോൾ കേരളത്തിൻ്റെ വട്ടത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോൺഗ്രസിനെ സംശയത്തിൻ്റെ മുനയിൽ നിർത്താമെന്ന് ആര് വിചാരിച്ചാലും ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ് എന്നതിന് മറുപടിയുള്ളൂ. ഇത് തിരുവനന്തപുരത്തേക്കല്ല. വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഇതിനെതിരെ കോൺഗ്രസ് സർക്കാരുകൾ ശക്തമായി നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നു. കേരള സ്റ്റോറി സിനിമ പോലുള്ള സഹവർത്തിത്വത്തെ അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. തെരഞ്ഞെടുപ്പിനെ ദേശീയമായി കാണണം. ഏതെങ്കിലും പ്രാദേശിക പ്രശ്നത്തിലേക്ക് അതിനെ ചുരുക്കാൻ ശ്രമിക്കുന്നത് അപകടം ചെയ്യും. ബിജെപിയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര സർക്കാർ അധികാരത്തിലേറാൻ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കർഷക സമരവും തൊഴിലില്ലായ്മയും മാധ്യമ സ്വാതന്ത്ര്യങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവും നോട്ട് നിരോധനവും സാമ്പത്തിക തകർച്ചയുമെല്ലാം കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ സംഭാവനകളാണ്. ഇതിൽ നിന്നും കരകയറാൻ ഇന്ത്യ മുന്നണിയുടെ കീഴിൽ മതേതര സർക്കാർ അധികാരത്തിലെത്തണം. എന്തിനാ കോൺഗ്രസിനെ സംശയിക്കുന്നത്? കോൺഗ്രസ് ഭരിച്ച കാലത്ത് എന്താ അതില്ലാതിരുന്നുള്ള റെക്കോർഡുണ്ടല്ലോ ഇവിടെ. എന്നാ ഈ പേരാൾക്കാർ കേൾക്കാൻ തുടങ്ങിയത്? എന്നാണ് ഇന്ത്യ രാജ്യത്ത് പൗരത്വം എന്ന വിഷയം ഉന്നയിക്കപ്പെട്ടത്? എപ്പോഴാണ് സിവിൽ കോഡ് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത്? എത്ര കാലം ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചു? എന്തുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്കും സിവിൽ കോഡ് കൊണ്ടുവരാൻ തോന്നിയില്ല? വളരെ പുരോഗമനവാദികളായ പ്രധാനമന്ത്രിമാരല്ലേ അവരെല്ലാം. നെഹ്റു എന്താ പുരോഗമനവാദിയല്ലേ? നെഹ്റുവിനൊന്നും മനസ്സിലായിട്ടില്ലേ? നെഹ്റു തുനിഞ്ഞോ? നെഹ്റുവിന് ശേഷം ആരെങ്കിലും തുനിഞ്ഞോ? ഡോക്ടർ മൻമോഹൻ സിംഗ് തുനിഞ്ഞോ? ആരും തുനിഞ്ഞില്ല. പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചയും ആശങ്കയും കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉണ്ടായൊരു ഇഷ്യൂവാണ്. കോൺഗ്രസ് അതിൽ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ശങ്കകൾ ഉയർത്തി കോൺഗ്രസിൻ്റെ മതേതരത്വത്തെയോ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെയോ ചെറുതാക്കി കാണാൻ ആർക്കും സാധിക്കില്ല. കോൺഗ്രസ് ഇന്ത്യ മുൻ പടർന്നു നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതിനെ കേരളത്തിലെ ഇഷ്യൂവിലേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നത് വിശാലമായിട്ടുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നാഷണൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദേശീയ മാനം കാണാതെ പോകുന്ന ഒരു നടപടിക്രമം മാത്രമായിരിക്കും. മാത്രമല്ല, ഈ കോഴിക്കോട് കടപ്പുറത്ത് വലിയ റാലി നടന്നിരുന്നു ഈ പൗരത്വത്തിൻ്റെ വിഷയത്തിൽ. എല്ലാവരും കൂടി യുഡിഎഫ് നടത്തിയത്. അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കപിൽ സിബലാണെന്ന് പ്രസംഗിച്ചത്. അന്ന് ഈ എളിയവനാണത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അന്ന് അദ്ദേഹം ദീർഘമായ 1.5 മണിക്കൂറുള്ള പ്രസംഗമായിരുന്നു. കോൺഗ്രസിൻ്റെ നയം നിലപാടൊക്കെ അന്ന് മുതലേ വ്യക്തമാണ്. എല്ലാവർക്കും പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായ ശങ്കകൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, കോൺഗ്രസിനെ എക് വചൻ ദിയാ ഹേ. കോൺഗ്രസ് ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം വലത്തേക്ക് ചൂണ്ടി. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ആളാണ് ഈ വിനീതൻ. ഇത് അറബിക്കടലാണ്. കോൺഗ്രസ് ഈ കടലിലേക്ക് വലിച്ചെറിയും. അത്രേ. കോൺഗ്രസ് അധികാരത്തിലെത്തണം. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ നയം വ്യക്തമാണ്. ഇനി ആ ഇഷ്യൂവിൻ്റെ മുകളിൽ കൂടുതൽ സംശയങ്ങളുടെ ആവശ്യമില്ല. അതിന് മറുപടി വളരെ വ്യക്തമാണ്. കോൺഗ്രസിന് അധികാരത്തെ എത്തിക്കലാനുള്ള മറുപടി. ഇന്ത്യ മുന്നണി ഓരോ ദിവസവും കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ ഒരു മതേതര സർക്കാരിനായി കൊതിക്കുന്നു. ബിജെപിക്ക് വൻ ഭൂരിപക്ഷം പ്രവചിച്ചവർ പോലും ഇപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന സംശയം പങ്കുവയ്ക്കുന്നു എന്നത് പ്രതീക്ഷാജനകമാണ്. കേരളത്തിൽ കോൺഗ്രസിനെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി എതിർക്കുന്നവർ തമിഴ്നാട്ടിലെത്തിയാൽ കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം അവരുടെ കൊടി കൂട്ടിക്കെട്ടിയാണ് മത്സരിക്കുന്നത്. അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസിനെ അനാവശ്യമായി സംശയത്തിന്റെ മുന്നിൽ നിർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
ഈസ്റ്റ് ലൈൻ, മലപ്പുറം.